ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡിൻ്റെയും പാലപ്പത്തിൻ്റെയും ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കിലോയോളം വരുന്ന മട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നിച്ചിടുന്നില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ അളവിലോളം കുരുമുളക് പൊടി ഇത്രയും ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് വേവേണ്ട ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് അതുപോലെ മട്ടൺ നമ്മൾ കഴുകിയെടുക്കുമ്പോഴത്തേക്ക് വിനാഗിരിയും ഉപ്പും ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 ഫിസിൽ അത്രത്തോളം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മട്ടൺ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പം നമുക്കിത് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം മട്ടൺ കുക്കാവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കി ചേരുവയെല്ലാം എടുത്ത് തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 ചെറിയ മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. എരിവിനാവശ്യമുള്ള പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്. ഇത്രത്തോളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു അധികം ഈ ഒരു കാണുന്ന അളവിൽ, ഇപ്പം നമുക്ക് 1/2 kg അല്ലേ ഉള്ളൂ നമ്മുടെ മട്ടൺ. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. അപ്പം നമുക്ക് അതിൻ്റെ ആ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടെ എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം പച്ചമുളക് ചേർക്കുന്നതും കുരുമുളക് പൊടി ചേർക്കുന്നതും ഒക്കെ എരിവിനെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഈ സവോള ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ അത് ഒന്ന് വഴണ്ട് വരുന്നതിന് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ സവോളയ്ക്കായിട്ടുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കിഴങ്ങിനും ക്യാരറ്റിനും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ സവോളയ്ക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇതിനും കൂടെ ആവശ്യമായ ഉപ്പാണ് ആദ്യം തന്നെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഉപ്പ് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനിപ്പോൾ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം. മട്ടൺ നമ്മളിപ്പം ഈ കൂടെ ചേർക്കണം. മട്ടൺ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നമ്മുടെ വെജിറ്റബിളൊക്കെ ഹാഫ് കുക്കഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മട്ടൺ കുക്ക് ചെയ്ത സമയത്ത് അതിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ സ്റ്റോക്ക് വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പോൾ അതും കൂടെ ഈ ടൈമിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൂ ഒരുപാട് അങ്ങ് നീണ്ടുപോകും. അപ്പം ആ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇനി വെജിറ്റബിൾ വേവിച്ചെടുക്കാം. ഏകദേശം നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും വെജിറ്റബിൾ വെന്ത് കിട്ടുന്നത്. ഇപ്പം എന്താ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളമെല്ലാം എന്താ നന്നായിട്ട് കുറുകി നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾസും മട്ടണും എല്ലാം ഓൾറെഡി കുക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തേങ്ങയുടെ 1ാം പാലാണ്. നമുക്ക് നമ്മുടെ സ്റ്റൂ വളരെ ക്രീമി ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ 1ാം പാൽ ചേർക്കുന്ന സമയത്ത് കുറച്ച് ഒരു പിടിയോളം അളവിൽ കാഷ്നട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം തേങ്ങാപ്പാലിൽ അരച്ച് ചേർത്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ
മട്ടൺ സ്റ്റൂ കിട്ടുന്നതാണ്. ഇപ്പം ഞാനിവിടെ കാഷ്നട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ കാഷ്നട്ട് ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് കിഴങ്ങ് ഇതിനകത്ത് കുക്കായി വന്നിട്ടുള്ള കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും നമുക്ക് ആ ക്രീമി ടെക്സ്ചർ തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നമുക്ക് നമ്മുടെ ടേസ്റ്റിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഈ സമയം നമ്മൾ തീ വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് 5 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം എന്താ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ തന്നെയാണ് നമുക്ക് മട്ടൺ സ്റ്റൂ ലഭിച്ചിരിക്കുന്നത്. ഇതിനി ഒരു അല്പസമയം കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല തിക്കായിട്ട് അങ്ങാവും. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വെച്ചിരുന്നെങ്കിൽ ഭയങ്കര ക്രീമി ടെക്സ്ചർ ആകും. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് കുക്കറിൽ ഒന്നിച്ച് തന്നെ എല്ലാം കൂടി ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പാലപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മട്ടൺ സ്റ്റൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.